എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മൾ ചായ പലഹാര വിശേഷമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഗോതമ്പിൻ്റെ പുട്ടും പിന്നെ ചെറുപയർ തേങ്ങയൊക്കെ അരച്ച് ഉള്ള കറിയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ രാവിലത്തെ ചായ പലഹാരം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഗോതമ്പിൻ്റെ പുട്ട് പിന്നെ ചെറുപയർ തേങ്ങ ജീരകം അരച്ചിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചെറുപയറിൻ്റെ കറിയാണ്. അപ്പോൾ അത് റെഡിയാക്കാം. അപ്പോൾ ഇതാ ചെറുപയർ നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചത് നല്ല പുതിർന്നിട്ടുണ്ട്. അപ്പോൾ ചെറുപയർ അതിവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് അത് കുക്കറിലിടാം. കുക്കറിലിട്ടിട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഉപ്പും ചേർക്കാം. ഇനി വേവാൻ വേണ്ട ആ ഒരു പാകത്തിനുള്ള വെള്ളവും. അപ്പോൾ നമ്മൾ തേങ്ങ അത് ചേർക്കാം, അരക്കാനുള്ളത്. അപ്പോൾ തേങ്ങ ചിരവി കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സീൻ്റെ ജാറിൽ ഇടാം. കുറച്ചേ ഉള്ളൂ, ഞങ്ങൾക്ക് 2 പേർക്ക് ഒരു നേരത്തിലുള്ള കറി അത്രയല്ലേ വേണ്ടൂ. ഇനി അതിലിതാ ചെറിയ ജീരകം അതും ചേർത്താണ് നമ്മൾ അരയ്ക്കുന്നത്. അപ്പോൾ അതായി. അപ്പോൾ ഇതിനി ഇവിടെ അരച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തു. ഇപ്പോൾ 3 വിസിൽ കഴിഞ്ഞ ശേഷം നമ്മൾ പയർ, അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അത് ചേർക്കണം. ഇനി നന്നാക്കി ഇളക്കി കൊടുക്കാം. അപ്പോൾ 3 വിസിൽ കഴിഞ്ഞ് നമ്മൾ പൊടിയൊക്കെ ഇട്ട് ഇനി ഇതൊന്നുണ്ട് ഒന്ന് വേവട്ടെ. അപ്പോൾ പൊടികളൊക്കെ നല്ല പോലെ വീണ്ടും ഒന്ന് വെന്ത്, അതായത് അതിൽ ചേർന്ന് വെന്തു. അപ്പോൾ നമുക്ക് അരച്ച് വെച്ചത് അത് ചേർക്കാം. നല്ല രസമുള്ള കറിയാണ്, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കറി. ചെറുപയർ മാത്രമല്ല, വേറെ കഷ്ണങ്ങളൊന്നും ചേർക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ കറിവേപ്പില അത് ചേർക്കാം. പിന്നെ കായ ചെറുപയർ അതും ഇട്ടിട്ടുള്ളൊരു കറിയുണ്ട്, അതും അങ്ങനെയും വെക്കലുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വറവിടാണ് വേണ്ടത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ കടുക് വറ്റൽമുളക് അത് നമുക്ക് വറുത്തിടാം ഇതിൽ. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡിയായി. പിന്നെ അപ്പോൾ ഇനി ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കാൻ അതിലേക്ക് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. പിന്നെ പൊടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഉപ്പുവെള്ളത്തിൽ നമ്മൾ സാധാരണ അരിപ്പൊടിയൊക്കെ നനച്ചെടുക്കുന്ന പോലെ തന്നെ നനച്ചെടുക്കാം. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നതാണ് ഗോതമ്പിൻ്റെ പുട്ട്. പിന്നെ ഓട്സിൻ്റെ പുട്ട് ഒക്കെ നല്ല രസമാണ്. അപ്പോൾ ഇനി നമുക്ക് പുട്ടിൻ്റെ കുറ്റിയിൽ തേങ്ങ ഇട്ട് പിന്നെ നമുക്ക് പൊടി നനച്ചത് അത് ചേർക്കാം. കുറച്ചൊരു ആ ഒരു മണി പോലെ ഇരിക്കും പുട്ട് ഇങ്ങനെ നനച്ചെടുക്കുമ്പോൾ. മറ്റേതല്ലാന്ന് വെച്ചെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഇന്ന് മിക്സിയിൽ ഇടിച്ചിട്ട് ഒന്നിൻ്റെ കറക്കിയെടുത്തായി, എന്നാൽ പറ്റ അങ്ങോട്ട് തരിയായിട്ട് മാറും നനച്ച ശേഷം. അപ്പോൾ അത് ഇവിടെ. ഇനി ഇത് നമുക്ക് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഗോതമ്പിൻ്റെ പുട്ട് അതും ഇവിടെ റെഡിയായി. അപ്പോൾ ചായ കഴിക്കാനായിരിക്കുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഏതായാലും അമ്മയ്ക്ക് ഒരു കഷ്ണമാണ്. ഈ ഒരു വലുപ്പത്തിൽ 3 കഷ്ണം, അതാണ് ഈ ഒരു കുറ്റിയിലുണ്ടാവുക. ഞങ്ങളത് ചെറിയ കുറ്റിയാണ്. അപ്പോൾ കറി വിളമ്പി കൊടുക്കാം. 2 കഷ്ണം ഞാനും 1 കഷ്ണം അമ്മയും കഴിക്കും. അപ്പോൾ ഇന്നത്തെ ചായ പലഹാരം അതാണ്, ഗോതമ്പിൻ്റെ പുട്ടും ചെറുപയർ കറി.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.